കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി കേരള രാഷ്ട്രീയ ചരിത്രത്തിനൊപ്പം സഞ്ചരിക്കുന്ന പേരാണ് രമേശ് ചെന്നിത്തലയും ഹരിപ്പാടും. ഹരിപ്പാടും ചെന്നിത്തലയും തമ്മിലുള്ള ആത്മബന്ധം കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ തന്നെ അപൂർവമായ ഒന്നാണ്. 5 തവണ നിയമസഭയിലേക്ക് അയച്ച തന്റെ പ്രിയപ്പെട്ട ജനതയ്ക്ക് മുന്നിൽ ആറാം ഊഴത്തിനായാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും സിറ്റിംഗ് MLA യുമായ രമേശ് ചെന്നിത്തല ഇക്കുറി ജനവിധി തേടുന്നത്. എതിർ സ്ഥാനാർത്ഥികൾ ആരു തന്നെയായാലും ഹരിപ്പാട്ടെ വോട്ടർമാർക്ക് ചെന്നിത്തലയോടുള്ള ബ്രാൻഡ് ലോയൽറ്റി ഒന്ന് വേറെ തന്നെയാണ്. 1982 26-ാം വയസ്സിൽ ഹരിപ്പാട് നിന്നും നിയമസഭയിലെത്തിയ അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായി റെക്കോർഡിട്ടു. 1987-ലും മണ്ഡലം അദ്ദേഹത്തെ കൈവിട്ടില്ല. പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിലേക്കു മാറിയ അദ്ദേഹം 2011 മുതൽ ഹരിപ്പാടിന്റെ മുഖമായി മാറി. 2011-ൽ CPI-യിലെ G കൃഷ്ണപ്രസാദിന്റെ 5520 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. 2016-ൽ CPI-യിലെ P പ്രസാദിനെ 18621 വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട് മണ്ഡലത്തിൽ സ്വാധീനം ഉറപ്പിച്ചു. 2021-ൽ 13666 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ CPI-യിലെ അഡ്വക്കേറ്റ് R സജിലാലിനെ പരാജയപ്പെടുത്തി 5-ാം ജയം പൂർത്തിയാക്കി. 72,768 വോട്ടുകളാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചത്. സജിലാൽ നേടിയത് 59,102 വോട്ടുകളാണ്. BJPക്ക് വേണ്ടി K സോമന് കിട്ടിയതാകട്ടെ 17,890 വോട്ടുകളും. ഇക്കുറി മണ്ഡലത്തിൽ ത്രികോണ പോരാട്ടമാണ്. UDFന്റെ സ്ഥാനാർത്ഥിയായി രമേശ് ചെന്നിത്തല എത്തുമ്പോൾ TT ജിസ്മോനാണ് LDF സ്ഥാനാർത്ഥി. AIYF സംസ്ഥാന സെക്രട്ടറി, CPI ദേശീയ കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. ചാനൽ ചർച്ചകളിലെ പ്രമുഖ താരമായ സന്ദീപ് വചസ്പതിയുമാണ് BJPയുടെ സ്ഥാനാർത്ഥി. ഇത്തവണ രമേശ് ചെന്നിത്തല സിക്സർ അടിച്ച് നിയമസഭയിലേക്ക് എത്താൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ. രമേശ് ചെന്നിത്തലയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അവരോധിക്കാൻ കോൺഗ്രസിന് കഴിയുമോ? അതോ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട് മറ്റു മുന്നണികൾ ഹരിപ്പാടിന്റെ രാഷ്ട്രീയ കിരീടം ചൂടുമോ? ചില ചോദ്യങ്ങൾക്ക് വ്യക്തത വരുത്താൻ തിരഞ്ഞെടുപ്പ് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും.